നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 മീഡിയം തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള, ഒരു 4 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 കൂടിയിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഉണക്കമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഈ ചട്നിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും വേണം. നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറക്കാം. ഉണക്കമുളക് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ സവോളയ്ക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഈ സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും തന്നെ നമുക്ക് തക്കാളി വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇതിനകത്തിട്ടിട്ട് നമുക്ക് വേവിക്കില്ല. നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തക്കാളി വേവിക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഈ തക്കാളിയുടെ മുകളിൽ ഇങ്ങനെ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് തേങ്ങയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ മുകളിൽ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചട്നി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്.